ദിലീപിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചതിന് കുറ്റപത്രം ഉടൻ കൊടുക്കുന്നു. അതിജീവിതയെ അല്ലെങ്കിൽ നടിയെ പീഡിപ്പിച്ച കേസിനകത്ത് കഴിഞ്ഞ ദിവസം 6 പേരെ ശിക്ഷിക്കുകയും അതിനകത്ത് ദിലീപ് ഉൾപ്പെടെയുള്ള ബാക്കി 7, 8, 9, 10 പ്രതികളെ കോടതി വെറുതെ വിട്ടത് നമ്മൾ കണ്ടു. അതിനതിശക്തമായ പ്രതിരോധം ഇപ്പം പൊതുജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ആ കോടതി വിധിയുടെ ചില ഭാഗങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ള വാർത്തകൾ വന്നു. അതിനെ സംബന്ധിക്കുന്ന ഒരു പരാതി ഇപ്പം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ചീഫ് ജസ്റ്റിസിന് കൈമാറുകയും ചെയ്തു. ദിലീപിനെതിരായിട്ട് 2ാമത്തെ കേസാണ് കുറ്റച്ചാർജ് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ കേസിൻ്റെ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. 2ാമത്തെ കേസിനകത്ത് അന്ന് ആ കേസിൻ്റെ സൂപ്പർവൈസറി ഓഫീസറായിരുന്ന കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയ കെ സുദർശൻ എന്ന തിരുവനന്തപുരം റൂറൽ SP, അദ്ദേഹത്തിന് ഇപ്പോൾ IPS ഒക്കെ ലഭിച്ച അദ്ദേഹം തിരുവനന്തപുരം റൂറൽ SP ആണ്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈവെട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവെട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായി. അതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിനോട് അനുബന്ധിച്ച് പോലീസ് ഒരു കുറ്റച്ചാർജ് ഇപ്പം കൊടുക്കുകയാണ്. ആ കേസിനകത്ത് 1ാം പ്രതി ദിലീപ് തന്നെയാണ്. 2ാം പ്രതി ദിലീപിൻ്റെ സഹോദരൻ അനൂപാണ്. ദിലീപിൻ്റെ സഹോദരിയുടെ ഭർത്താവ് സൂരജ് 3ാം പ്രതിയാണ്. ദിലീപിൻ്റെ മാനേജർ കൃഷ്ണപ്രസാദ്, സുഹൃത്ത് ബൈജു ചെങ്ങമ്മനാട് എന്നയാൾ, ശരത് ജി നായരും IT വിദഗ്ധൻ സായി ശങ്കർ, അങ്ങനെ 7 പേർക്കെതിരായിട്ടാണ് കുറ്റപത്രം വരുന്നത്. 7ാം പ്രതി IT വിദഗ്ധൻ സായി ശങ്കർ മാപ്പുസാക്ഷിയാണ് ഇതിൻ്റെ അകത്ത്. തിരുവനന്തപുരം റൂറൽ SP സുദർശനായിരുന്നു ഈ കേസിൻ്റെ തുടക്കത്തിലെ ആ കേസിൻ്റെ സൂപ്പർവൈസറി ഓഫീസർ. ബാലേന്ദ്രകുമാറിനെ എൻ്റെ മൊഴി അതിനകത്തുണ്ട്. അദ്ദേഹം 2024 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൊഴി തീർച്ചയായിട്ടും അതേപടി കോടതി സ്വീകരിക്കും. ഈ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ഗൂഢാലോചനയ്ക്കുള്ള ശബ്ദരേഖയും അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡ്സുകളെല്ലാം പോലീസ് ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട്. ആ കൊല്ലാൻ ശ്രമത്തിനും ആ 8 പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയങ്ങളും അതുപോലെ അവരുടെ സംഭാഷണങ്ങളും പല സന്ദർഭത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭാഷണങ്ങളെല്ലാം ഏകദേശം 285 GB ഉണ്ട്. 4 ഫോണിലാണ് അത് കിടക്കുന്നത്. വിവോയും സാംസങ്ങും ഐഫോണും ആ 4 ഫോണ് അതിലാണ് കിടക്കുന്നത്. 285 GB. സുദർശനെ കൊല്ലാൻ ശ്രമിക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തട്ടാൻ ശ്രമിക്കുന്നതും ആയിട്ടുള്ളൊരു ഗൂഢാലോചനയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംഭാഷണങ്ങളും ഇതെല്ലാമാണ് ആ 285 GB കിടക്കുന്നത്. 4 ഫോണ് കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പം അത് ഹാജരാക്കിയില്ല. അന്വേഷണാർത്ഥം അത് കൈമാറ്റം ചെയ്തില്ല. അതിനകത്ത് 3 മൊബൈൽ ഫോണ് അവർ അതിൻ്റെ കണ്ടൻസ് ബോംബെയിൽ അടിയന്തരമായി കൊണ്ടുപോയി. ഒരു പ്രതിഭാഗം അഡ്വക്കേറ്റും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ബോംബെ കൊണ്ടുപോയി അത് കംപ്ലീറ്റ് 285 GB ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് പക്ഷേ പോലീസ് അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ മദർ ബോർഡിനകത്ത് പൂനെയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പോലീസ് ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് വളരെ കർശനമായ ഒരു എവിഡൻസ് ആണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു എവിഡൻസ് ആണ്. അതുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം, ആ ഗാങ്ങിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കേസ് ഇതാ വന്നിരിക്കുന്നു. അതിനകത്ത് ഊരിക്കൊണ്ട് പോകാൻ അത്ര എളുപ്പമല്ല. കാരണം അതിനകത്ത് ആ ഡിജിറ്റൽ എവിഡൻസ് തന്നെ അതിൻ്റെ മുഴുവൻ സ്റ്റോറി പറയും. 7 പേർക്കെതിരെയായിട്ട് ആണ് അത് കേസ്. അതിനകത്ത് IT വിദഗ്ധന 7ാം പ്രതി സായി ശങ്കർ ഹോസ്റ്റലായിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം അതിനകത്ത് മാപ്പുസാക്ഷിയായിട്ട് മാറി. 1 മുതൽ 6 വരെ ദിലീപും ദിലീപിൻ്റെ ബ്രദറും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനും അയാളുടെ മാനേജരും സുഹൃത്തുക്കളായ 3 പേരും 2 പേരും അവർ ട്രയൽ ഫേസ് ചെയ്യണം. കുറ്റപത്രം ഇപ്പോൾ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായ സന്ധ്യ DGP, റിട്ടയർ ചെയ്ത DG സന്ധ്യ IPSും അവരുടെ കൂടെ ചില പോലീസ് ഉദ്യോഗസ്ഥരും ചില ചാനലുകാരും ഒക്കെ ചേർന്നാണ് തനിക്കെതിരായിട്ട് ഈ കള്ളക്കേസ് നടിക്കെതിരായിട്ട്
കൊണ്ടുവന്നതെന്നും അതിനകത്ത് ഗൂഢാലോചന തന്നെ മനഃപൂർവ്വം ചേർത്തതാണെന്നും യഥാർത്ഥത്തിൽ ഇതിനകത്ത് മഞ്ജു വാര്യർ, തൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരും മറ്റുമാണ് ഗൂഢാലോചന നടത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട്. അങ്ങനെ ഒരു പരാതി താൻ കൊടുക്കും, ആ ഒരു പരാതി സ്വീകരിക്കപ്പെടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. കാരണം പോലീസ് എടുത്ത ഒരു സ്റ്റാൻഡ്, ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തിയ ഒരു കേസിൻ്റെ കൗണ്ടറായിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ നിയമപരമായിട്ട് കൊടുക്കാം, നിയമപരമായി കേസെടുക്കാൻ പോലീസിന് കഴിയില്ല. പോലീസ് ആ കാര്യത്തെപ്പറ്റി ഒരു തീരുമാനം, ഒരു ചാർജ് ഷീറ്റ് കൊടുത്തതാണ്. അതിനെതിരായിട്ട് അത് വീക്കാണ്, അത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് പോലീസ് തന്നെ ഒരു കേസെടുക്കാനായിട്ട് തയ്യാറാകില്ല എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അടുത്ത കുരുക്ക് ദിലീപിലേക്ക് വന്നു കഴിഞ്ഞു. അത് തന്നെയല്ല, ഈ കേസിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് ജനങ്ങൾ കരുതുന്നത്. അവിടുന്ന് ദിലീപിന് ശിക്ഷ കിട്ടാനുള്ള സാധ്യത ആണ് കൂടുതലും ജനങ്ങൾ കരുതുന്നത്. നീതിബോധമുള്ള ഒരു ഹൈക്കോടതിയിൽ നീതിബോധമുള്ള ജഡ്ജിമാരാണ് ഉള്ളത്. ഈ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളും സാക്ഷി നോട്ടുകളും അവരുടെ ഡിജിറ്റൽ എവിഡൻസ് എല്ലാം കോടതി പരിശോധിക്കും. അതിനുശേഷം 120B ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ്റെ ചാർജ് ഷീറ്റിൽ. അത് ഹൈക്കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 20 വർഷത്തോളം അല്ലെങ്കിൽ ജീവപര്യന്തത്തോളം ദിലീപ് കിടക്കേണ്ടി വരും എന്നാണ് കരുതുന്നത്.